നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോറി ഉടമ മനാഫ് അടക്കം പറയുന്നു അന്തരീക്ഷം ഒക്കെ തന്നെ ശാന്തമായി സാധാരണഗതിയിൽ വന്നിട്ട് പോലും ഇതുവരെയും അർജുനായിട്ടുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല എന്നത്. ഹൈക്കോടതി അടക്കമുള്ളവ പറഞ്ഞിട്ടും എന്തുകൊണ്ട് കർണാടക സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നു എന്ന ചോദ്യം മനാഫ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ശിരൂർ ദൌത്യം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ തിങ്കളാഴ്ച തീരുമാനമുണ്ടായേക്കും എന്നാണ് റിപ്പോർട്ട്. ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അർജുന്റെ കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചതായ വിവരം പുറത്തുവരുന്നു. ഇപ്പോൾ ഗംഗാവലി പുഴയിലെ ഒഴുക്ക് 5 നോട്ടിക്കിന് മുകളിലാണ് ഉള്ളത്. ഇത് 4 ആയാൽ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം. കാർവാറിൽ നിന്നുള്ള നാവികസേനാ അംഗങ്ങൾ ആയിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ദൌത്യം പുനരാരംഭിക്കാൻ ഇടപെടണമെന്ന ആവശ്യവുമായി ഇന്ന് രാവിലെ MK രാഘവൻ MPയുമായി അർജുന്റെ കുടുംബം കൂടിക്കാഴ്ച നടത്തും. അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജുന്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത്. ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ കർണാടക സർക്കാർ പുനരാരംഭിക്കുന്നില്ല എന്ന പരാതിക്കിടെയാണ് ഈ വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി മുഖ്യമന്ത്രി രേഖാമൂലം അർജുന്റെ കുടുംബത്തെ അറിയിച്ചത്. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി അർജുന്റെ വീട്ടിലെത്തിയ ഘട്ടത്തിൽ തെരച്ചിൽ വൈകുന്നതിലുള്ള ആശങ്ക കുടുംബം അറിയിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത്. അർജുനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിരുന്നു. അർജുൻ ഉൾപ്പെടെ കാണാതായ 3 പേരെയും കണ്ടെത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് കർണാടക സർക്കാർ അറിയിച്ച കാര്യവും മുഖ്യമന്ത്രിയുടെ കത്തിൽ ഉണ്ടായിരുന്നു. അതിനിടെ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്ന് കോഴിക്കോട്ടെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചിരുന്നു. ജോലിയിൽ പ്രവേശിപ്പിക്കുമെന്ന് അർജുന്റെ ഭാര്യയും പറയുന്നു. അർജുൻ വർഷങ്ങളായി ബാങ്കിലെ ഇടപാടുകാരനായിരുന്നു എന്നും കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നും ബാങ്ക് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ബാങ്കിന്റെ തീരുമാനത്തെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. സന്തോഷപൂർവ്വം തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും അർജുൻ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അർജുനായുള്ള തെരച്ചിൽ ഏത് നിമിഷവും ആരംഭിക്കാം എന്ന് പറയുന്നു. ഈ പുഴയിലെ അത്ര വലിയ അടിയൊഴുക്കൊന്നും തന്നെയില്ല. ഈശ്വർ മാൽപ്പയ്ക്ക് അടക്കം ഇറങ്ങി തെരച്ചിൽ നടത്താനുള്ള ഒരു രീതി അവിടെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഈശ്വർ മാൽപ്പയുടെ ജീവൻ പോലും നമുക്ക് പ്രാധാന്യപ്പെട്ടതാണ്. ഒരാൾക്ക് പോലും അർജുന്റെ കുടുംബം തന്നെ ആദ്യം പറഞ്ഞതാണ് അർജുന്റെ തെരച്ചിലിന് ഇറങ്ങി മറ്റൊരാളുടെ ജീവൻ പോലും പൊലിയേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറയുന്നു. അത് പക്ഷേ അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ അവസാന നിമിഷം ഈ ഗംഗാവലി സമാധാനത്തിൽ ഒഴുകുമെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലും തന്നെയാണ്. നാളെ ഏതായാലും ഒരു അന്തിമ തീരുമാനം അർജുന്റെ ഈ ഒരു തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്.